ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനു. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി എഴുതുക ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് തുടങ്ങിക്കോളാം കേട്ടോ. ഇനി അത്രയും നമുക്ക് മുൻപിലുള്ള സമയമുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ളൊരു ചോദ്യമാണ് അഭാജ്യ ഘടകങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത്. പ്രൈം ഫാക്ടേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വാക്ക് എന്താണെന്നുള്ളത്. ഇപ്പൊ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ പ്രൈം നമ്പർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൈം ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പ്രൈം നമ്പേഴ്സുകൾ ആരൊക്കെയായിരുന്നു? ഒന്നും അതേ നമ്പറും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ 2 വരാം, 3 വരാം, 5 വരാം, 7 വരാം, 11 വരാം. സോ ഈ നമ്പർ, ഈ ടൈപ്പ് ഓഫ് നമ്പർ 13, ഇങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ ഒന്നും അതേ നമ്പർ മാത്രമേ എന്തുള്ളൂ, ഘടകമായിട്ടുള്ളൂ. ഇതാണ് പ്രൈം നമ്പർ. ദെൻ അതുപോലെ തന്നെ പ്രൈം ഫാക്ടർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ താഴെ കാണുന്ന നമ്പർ 10 ആണ് അല്ലെ. 10ന്റെ പ്രൈം ഫാക്ടേഴ്സുകൾ ആരൊക്കെയായിരിക്കും അറിയോ എന്റെ കുട്ടികൾക്ക്? സാധാരണ നമ്മളെ ഘടകങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ 10 എന്നുള്ള നമ്പറിനെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1 × 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെയോ 2 × 5 ചെയ്താലും നമുക്ക് 10 കിട്ടും. സോ ഇത് വെച്ച് നമുക്ക് ഫാക്ടേഴ്സുകൾ ആരൊക്കെയാന്ന് കിട്ടി. ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണ്? 1, ഓക്കെ, 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. ഇതാണ് 10ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 4 ഘടകങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? 1, 2, 5, 10. ഇതിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ട് കിടക്കുന്ന നമ്പർ ആരൊക്കെയാന്ന് നോക്കിക്കേ. ഇതിൽ പ്രൈം നമ്പർ ആയിട്ടുള്ളത് 2ഉം 5ഉം മാത്രമാണ്. സോ അവരായിരിക്കും പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഘടകങ്ങളിൽ പ്രൈം നമ്പർ ആയിട്ടുള്ളവരാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം 10ന്റെ പ്രൈം ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണ്. അഭാജ്യ ഘടകങ്ങൾ 2ഉം 5ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത വേറൊരു നമ്പർ തരാം, 30. 30ന്റെ പ്രൈം ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനാദ്യം 30ന്റെ ഘടകങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1 × 30 30 ആണ്. 2 × 15 15 എന്ന് പറഞ്ഞാൽ 30 ആണ്. 3 × 10 എന്ന് പറഞ്ഞാൽ 30 ആണ്. 4 × എന്തെങ്കിലും സംതിങ് വരുമോ? ഇല്ല. 5 × 6 30 ആണ്. സോ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്താൽ കിട്ടുമായിരിക്കും. അപ്പൊ എന്റെ കുട്ടികൾക്ക് കിട്ടി. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1, 2, 3, 5, 6, 10, 15 and 30. ഇവരൊക്കെയാണ് 30ന്റെ ഘടകങ്ങൾ. 30ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1, 2, 3, 5, 1, 2, 3, 5, 6, 10, 15, 30. ഇവരൊക്കെയാണ് 30ന്റെ ഘടകങ്ങൾ. ഇതിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളവർ ആരാണ്? 2, 3, 5. ഇവർ മാത്രമാണ് ഇതിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ട് കിടക്കുന്നത്. ദെൻ ഒരു കാര്യം ഓർമ്മിക്കുക, 1 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് നമ്മൾ ഈ രീതിയിലല്ലാതെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ട് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഒരു ചെറിയ രീതിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, 30 എന്നുള്ള നമ്പറിനെ നിങ്ങൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആയതുകൊണ്ട് 30ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? യെസ്, ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15. സോ ബാക്കിയുള്ള നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 15ലും 2 അഭാജ്യ സംഖ്യകൾ കൊണ്ട് തന്നെ ഹരിച്ചു നോക്കണം, ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. 15ൽ 2 പോവോ? ഇല്ല. അപ്പൊ തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 പോകുമോ എന്ന് ഞാൻ നോക്കി. 3, 15ൽ 3 പോകും അല്ലേ? എത്ര ടൈംസ് പോകും? 5 തവണ പോകും. 5 തവണ പോകും. ഇനി 5ല് ആകെ പോകുന്ന പ്രൈം നമ്പർ 5 ആണ്, ഒരു തവണ. സോ 1 കിട്ടുന്നത് വരെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചരിഞ്ഞു കിടക്കുന്ന നമ്പേഴ്സിനെ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചരിഞ്ഞു കിടക്കുന്ന നമ്പേഴ്സുകൾ ആരൊക്കെയാണത്? 2, 3, 5. ഇവരായിരിക്കും 30ന്റെ അഭാജ്യ ഘടകങ്ങൾ, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 2, 3, 5 ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ താഴെ കാണുന്ന 24 എന്ന് പറയുന്ന നമ്പറിന് എത്ര അഭാജ്യ ഘടകങ്ങളുണ്ട്, പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നമ്മളുടെ എൻഡ് ഗെയിം ബാച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് മക്കള് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ആദ്യമേ പഠിച്ച് മറന്നു പോയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും അവർക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റി. സോ ആരെങ്കിലും നേരം വൈകി പോയിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വിഷമിക്കണ്ട.
അപ്പൊ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എല്ലാ എക്സാംസുകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ നമ്മളെ എൻഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ 15% ഡിസ്കൗണ്ടിലാണ് നമ്മളെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു, ടാറ്റാ.